ആ തൂക്കുപാലം ഇറങ്ങി നേരെ ഇടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ മക്കാമിലെത്താം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പ്രയാസപ്പെടുന്ന വിചാരിച്ചത് വഴി അറിയാതെ. പക്ഷേ അൽഹംദുലില്ലാഹ് യാതൊരു തടസ്സവും കൂടാതെ വഴിയൊന്നും അങ്ങനെ തെറ്റാതെ എത്തി അൽഹംദുലില്ലാഹ്. ഈ തോട്ടത്തിലൂടെ ഇങ്ങനെ നേരെ നടന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മക്കാമ് കാണാം. ഇതാണ് 907 ജാറം 907 മക്കാം എന്നറിയപ്പെടുന്ന മക്കാമാണ് ദൂരെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര സ്വീകരിക്കട്ടെ. ഇവിടെ 907 എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 1907 ആദ്യമായിട്ട് ഇവിടെ റബ്ബറിൻ്റെ റീപ്ലാന്റേഷൻ നടക്കുന്നത്. അങ്ങനെ ഈ സ്ഥലം, ഈ റബ്ബറിൻ്റെ ഈ തോട്ടമുള്ള ഈ സ്ഥലം 907 പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 907 എന്നാണ് ഈ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പേ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പിന്നെ ഇവിടെ പഴക്കമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഈ തോട്ടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് പല നാടുകളിൽ നിന്നും ഇവിടെ പണിയെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ. ഇവിടെ പണിയെടുക്കാൻ വേണ്ടി തൊഴിലാളിയായിട്ട് വന്ന ഒരാളാണ്. ഞാനിത് പറയുമ്പോൾ കേവലം ഒരു തൊഴിലാളിയാണോ ഇത്ര വലിയ മഹാൻ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. നമുക്കറിയാം മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അടിമയായിരുന്നു. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങളുടെ സ്ഥാനം എത്രയോ വലുതാണ്. ആദ്യമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച വ്യക്തിയാണ് ബിലാൽ ഇബ്നു റബാഹ. അപ്പോൾ ജോലി നോക്കിയിട്ടല്ല ഒരാളുടെ സ്ഥാനം വിലയിരുത്തേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ചെറുപ്പകാലം മുതലേ തന്നെ പിന്നെ വളരെയധികം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിച്ച മഹാനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ. പിന്നെ ജോലി ആവശ്യാർത്ഥം അതല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്ന ഒരാളാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബുൽ അദ്കിയയിൽ മഹാന്മാരുടെ സ്വഭാവങ്ങൾ, ഔലിയാക്കളുടെ സ്വഭാവങ്ങളൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഔലിയാക്കളുടെ കൂട്ടത്തിൽ പല പല കാറ്റഗറി ഉണ്ട്, പല വിഭാഗം ആളുകളുണ്ട്. ചിലർ ഇബാദത്ത് കൊണ്ട് വളരെ ധന്യമായ ജീവിതം ജീവിക്കുന്ന ആളുകളാണ്, ഏത് സമയത്തും ഇബാദത്ത് എടുക്കുന്ന ആളുകളാണ്. മറ്റു ചില ആളുകൾ അവർ ജോലിയെടുക്കും, വിറക് ചുമക്കാൻ പോകും, വിറക് വെട്ടാൻ പോകും. അങ്ങനെ ഒരുപാട് ജോലികളിൽ വ്യാപൃതരാകുന്നതിനോടൊപ്പം തന്നെ അവർ ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കും. അങ്ങനെ പല വിഭാഗം ആളുകൾ ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതിനോടൊപ്പം വളരെ ആത്മീയത തുളുമ്പുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് ഈ മക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര സ്വീകരിക്കട്ടെ. أحمد الله الذي صلى على خير النبي باسم خير المنزلي يا سيدي خير النبي توبة طلبت منك يا شفيع المذنبين ثوب طهر عن سواك سيدي خير النبي كل زائرك بقضاء الإربي سر لنهبي من نهاك سيدي خير النبي لا إله قدمتني مشربي كلمتني
كلمتني يا نبي قدمتني 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 مشربي كلمتني 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 يا نبي قدمتني 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 مشربي كلمتني 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 يا نبي إلى തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളി അടുത്താണ് 907 മഖബറ സ്ഥിതി ചെയ്യുന്നത്. വിശാലമായി പരന്നുകിടക്കുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ മഖബറ. 1907 ഇവിടെ ആദ്യമായി റബ്ബർ റീപ്ലാന്റേഷൻ നടക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ പ്രദേശം 907 എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ കീഴിലായിരുന്നു ഈ തോട്ടം. അതുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ തോട്ടം പണിക്കായി ബ്രിട്ടീഷുകാർ ആളെ കൊണ്ടുവരാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഇവിടെ തൊഴിലാളിയായി മലപ്പുറം ജില്ലയിൽ നിന്ന് എത്തിച്ചേർന്ന മഹാനായിരുന്നു ഇവിടെ മറപെട്ട് കിടക്കുന്ന മഹാൻ. ഒരു തൊഴിലാളിയാണ് എന്നതിലുപരി ആത്മീയതയുടെ ചക്രവാളത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. തൻ്റെ തൊഴിൽ കഴിഞ്ഞ് ബാക്കി ലഭിക്കുന്ന സമയം മുഴുവൻ ഇബാദത്തിനായി അദ്ദേഹം നീക്കിവെച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങളൊന്നും വകവെച്ചു കൊടുക്കാതെ അടിമകളെപ്പോലെ പണിയടിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. അതുകൊണ്ടുതന്നെ ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരങ്ങളും ആരാധനകളുമെല്ലാം അവർക്ക് പിടിച്ചിരുന്നില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ജോലികൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ജോലിയെടുത്തു തളർന്നിട്ടും അവർ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഭാരിച്ച ജോലികൾ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അവശനായി ബഹുമാനപ്പെട്ടവർ തളർന്നു വീണു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുതന്നെ ആവർത്തിക്കാൻ തുടങ്ങി. അവസാനം ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നത്. ജീവിതകാലത്ത് ആത്മീയതയുടെ ആഴക്കയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭാഗ്യം ലഭിച്ച മഹാനവറുകളെ സത്യത്തിൽ കൂടെയുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവിടുത്തെ വഫാത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവരെ അതേ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് മറവ് ചെയ്തു. നാളുകൾ ഒരുപാട് പിന്നിട്ടു. തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മറമാടാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്ത അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഖബറ് കണ്ട് ആളുകൾ അത്ഭുതം കൂറി. അസാമാന്യമായ ഉയർച്ചയുണ്ടായിരുന്നു ആ ഖബറിന്. എന്നുമാത്രമല്ല, പുതിയ ഖബറ് പോലെ മണ്ണുകൾ മുഴുവൻ നനഞ്ഞ രൂപത്തിലായിരുന്നു ആ ഖബറുണ്ടായിരുന്നത്. ആ തൊഴിലാളിയെ തൊട്ടടുത്ത് മറവ് ചെയ്ത ശേഷം ആളുകൾ പിരിഞ്ഞുപോയി. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ അവർ വന്ന് ഈ മഹാന്റെ ഖബറ് ശ്രദ്ധിക്കാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്ന തൊഴിലാളിയുടെ ഖബറ് പഴകിപ്പോയെങ്കിലും മഹാനവർകളുടെ ഖബറ് പുതിയതുപോലെ തന്നെ അപ്പോഴും നിലകൊണ്ടു. ഇത് സാധാരണക്കാരനല്ല എന്ന് അവർക്ക് മനസ്സിലായി. സംഭവം കേട്ടറിഞ്ഞ് ദിനംപ്രതി ആളുകൾ അവിടേക്ക് കടന്നു വന്നു.
സിയാറത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ട് അവിടെയുള്ളവർ ബഹുമാനപ്പെട്ടവരുടെ ഖബറിൻ്റെ ചാരത്ത് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. ആ ഖബറിൻ്റെ തലഭാഗത്ത് ഒരു ചെറിയ പ്ലാവിൻ തൈയും അവർ വെച്ച് പിടിപ്പിച്ചു. നാളുകൾ പിന്നിട്ടു. ബഹുമാനപ്പെട്ടവരുടെ ഖബറിൻ്റെ അരികിൽ വന്ന് ബഹുമാനപ്പെട്ടവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർക്കെല്ലാം എളുപ്പത്തിൽ ഇജാബത്ത് കിട്ടാൻ തുടങ്ങി. അവിടുത്തെ ഖബറിൻ്റെ തലഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിരുന്ന പ്ലാവിൻ തൈ വളർന്നു വലുതായി. അതേ പ്ലാവിൽ നിന്നാണ് പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ മഖബറ പുനർനിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. മഹാനവറുകളുടെ ഖബറിൻ്റെ അരികിലുണ്ടായിരുന്ന ആ പ്ലാവിൽ പലരും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. റബ്ബറിൻ്റെ വിശാലമായ നീണ്ടുപരന്നു കിടക്കുന്ന തോട്ടമായതിനാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ആളുകളെ ഈ പാമ്പ് ഭയപ്പെടുത്തി ഓടിപ്പിക്കുമായിരുന്നു. ഈ പാമ്പിനെ നേരിട്ട് കണ്ടവരും അത്തരത്തിൽ അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരെ ആട്ടിയോടിക്കുന്നത് കണ്ടവരും ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധി കേട്ടറിഞ്ഞ് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ സിയാറത്തിന് വരാൻ തുടങ്ങി. ആവലാതിയുമായി തേടിയെത്തുന്നവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് അവർക്ക് പരിഹാരത്തിൻ്റെ പറുദീസയൊരുക്കുന്ന ബഹുമാനപ്പെട്ടവരെ ആളുകൾ വലിയ ആശ്രയമായിട്ടായിരുന്നു കണ്ടിരുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ പരിഹാരമാണ് ബഹുമാനപ്പെട്ടവർ. വർഷങ്ങൾ അനവധി കഴിഞ്ഞിട്ടും സന്താനഭാഗ്യമില്ലാത്തവർ ഇവിടെ വന്ന് ദുആ ചെയ്തതിൻ്റെ പരിണിത ഫലമായി സന്താനഭാഗ്യം കൊണ്ട് സന്തോഷിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാർ പോലും കൈവിട്ട ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരത്തിൻ്റെ പറുദീസയൊരുക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ആത്മീയത തുളുമ്പി നിൽക്കുന്ന ഈ പ്രദേശം പ്രകൃതി രമണീയവും കൂടിയാണ്. മുൻഭാഗത്ത് വിശാലമായി പരന്നു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ, മക്ബറയുടെ പുറകുവശത്ത് ശാന്തമായി സുന്ദരമായി ഒഴുകുന്ന മനോഹരമായ നദി. സിയാറത്തിന് വരുന്ന ആളുകൾക്ക് നയനമനോഹരമായ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുകയാണ് ഈ പ്രദേശം. വർഷം തോറും വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇവിടുത്തെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് നമ്മുടെ വീഡിയോക്ക് താഴെയും അല്ലാതെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ മുഴുവൻ ആളുകളുടെയും മുഴുവൻ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്ത് നാം സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാരഥന്മാരുടെയും സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ പല പല ആവശ്യങ്ങളും പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ പേഴ്സണലായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അർഹമുറാഹിമായ റബ്ബ് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പല പല നീറുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കുടുംബക്കാരിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മഹാന്മാരുടെ ചരിത്രം ഇങ്ങനെ എല്ലാവരും അറിയട്ടെ, വ്യാപിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.